അൽമനാറും വായിച്ചിട്ട് ഞാനാണ് ഏറ്റവും വലിയ വിവരമുള്ളവനെന്ന് ധരിച്ച് ഇങ്ങനെ കച്ചത്ത് അൽമനാറും വെച്ച് നടക്കുന്ന മുജാഹിദിന്റെ വിവരമില്ലാത്ത ജനങ്ങളെ വിളിച്ചിരുത്തിയിട്ട് നടത്തി ഇറക്കുന്ന CD അല്ല കേട്ടോ, ഇത് പേരോടിനോടുള്ള കണ്ണന പ്രസംഗമാണ്. അതുകൊണ്ട് സ്റ്റേജിൽ കയറി വിവരക്കേട് പറഞ്ഞാൽ ഓ മൗലവിമാരെ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഓ മുജാഹിദുകളെ, ഇദ്ദേഹത്തിന്റെ CD-യും എടുത്തിട്ട് റോമാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, വീടാന്തരം കയറിയിറങ്ങുന്ന മുജാഹിദേ, നിങ്ങൾ മുഴുവനും പ്രതിക്കൂട്ടിലാണ് കേട്ടോ. ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ ഉമ്മമാര്, സുന്നത്ത് ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളോട് ചോദിക്കും, ഈ സാദുൽ മആദിൽ നിങ്ങൾ പറഞ്ഞ വിവരക്കേട് മുഴുവനും അവരെ ജനങ്ങൾ അറിയട്ടെ, നിങ്ങളോട് അവർ ചോദിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മറുപടി അവരോടെങ്കിലും ഒന്ന് പറയൂ മുജാഹിദേ. ഞാൻ ചോദിക്കുന്നത്, എന്റെ മുന്നിൽ വരാൻ, ഈ കിതാബുകൾ പരിശോധിക്കാൻ മുജാഹിദുകളുടെ കൂട്ടത്തിൽ ആൺകുട്ടികളുണ്ടോ എന്ന് തന്നെയാണ് ഞാൻ നാദാവിന് ചോദിച്ചത്. ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു ചോദിക്കുന്നു, ഈ കിതാബ് എന്റെ മുന്നിൽ വന്ന് ഈ വിഷയത്തിൽ പരിശോധിക്കാൻ നിങ്ങളെ കൂട്ടത്തിൽ ആൺകുട്ടികൾ ഉണ്ടോ എന്ന് തന്നെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. മൂപ്പര് ഒരിക്കൽ പറയുന്നുണ്ട്, എന്തേ പണ്ടേ പോലെ ഫലിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പണ്ടേതായാലും ഫലിച്ചിട്ടുണ്ടെന്ന് ഓർത്തല്ലോ. ഇതുവരെ ഏതായാലും മൗലവിക്ക് ഫലിച്ചു എന്ന് ഓർത്തല്ലോ. ഇനി ഫലിക്കുന്നതാ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ മൗലവി. മൂപ്പര് പറയാണ്, അതിന് നല്ല മറുപടി അങ്ങ് കൊടുത്ത് ഞാൻ സെലഫി നല്ല മറുപടി അങ്ങ് കൊടുത്തു. എന്നാ മൂപ്പര് മറുപടി പറഞ്ഞത്, മൂപ്പരെന്താ പറഞ്ഞത്, ആൺകുട്ടികളുണ്ടോ വരാനാണേ ചോദിച്ചേ. അതിന് മൂപ്പരെന്താ പറഞ്ഞോ, ആൺകുട്ടികൾ ഉണ്ട് വരാനല്ല, പിന്നെ ആൺകുട്ടികൾ ഉണ്ട് ഞാൻ നല്ല മറുപടി അങ്ങ് കൊടുത്ത്. വരാനില്ല, ആൺകുട്ടികൾ ഉണ്ട്. അതൊന്ന് വെച്ചു കൊടുത്താ പോലെ. മൂപ്പര് ഭയങ്കര ആവേശത്തിലാ വെല്ലുവിളിച്ചത്. സാദുൽ മആദ് പൊക്കി പിടിച്ചിട്ട് ആൺകുട്ടികളുണ്ടോ വരാന്നൊക്കെ പറഞ്ഞ് നമ്മളതിന് നല്ല മറുപടിയാണ് കൊടുത്ത് ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് ആൺകുട്ടികൾ ഉണ്ട് എന്ന് പറയാമോ എന്നല്ല, ആൺകുട്ടികൾ എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിച്ച് പരിശോധിക്കാറുണ്ടോ എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞ വാചകം അത് നിങ്ങൾ എന്റെ വാക്കിൽ നിന്നൊന്ന് കേട്ടോളൂ എന്ന് വെച്ചോടുക്ക്. കിതാബ് പരിശോധിക്കാൻ വിളിക്കുന്നു സർവ മൗലവിമാരെയും. ഗണ്ണന പ്രസംഗം എന്ന് പറഞ്ഞ് ആളുകളോട് തോന്നിവാസം പറഞ്ഞാ പോരാ, എന്റെ മുന്നിൽ വന്ന് കിതാബ് വായിക്കാൻ തയ്യാറാകണം, എന്റെ മുമ്പിലിരിക്കാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ ഇനി മേലിൽ തോന്നിവാസം പറയരുത് കേട്ടോ. കണ്ടില്ലേ, എന്റെ മുന്നിൽ വരാൻ തയ്യാറാകണം, കിതാബ് പരിശോധിക്കാൻ തയ്യാറാകണം, വായിക്കാൻ തയ്യാറാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. നീ മൗലവിന്റെ മറുപടി എന്താണ്? നിങ്ങളെ മുന്നിൽ വരുമെന്നല്ല, കിതാബ് വായിക്കുമെന്നല്ല, പരിശോധിക്കുന്നില്ല, ആൺകുട്ടികളുണ്ട്. അതാണ് മൂപ്പര മറുപടി. എനിക്ക് കേട്ടോളി, ചില സംഗതിയുള്ള മറുപടി മൂപ്പരാ പറയാ എനിക്ക് വേണ്ടി. അങ്ങനെ മൂപ്പര എനിക്ക് വേണ്ടി എന്റെ മറുപടി അറിയുന്നൊന്ന് കേട്ടോളി. എന്തേ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? എന്തേ ആ കിതാബ് വായിക്കാൻ കാണാഞ്ഞത്? മൗലവി തയ്യാറാകാത്തത് കൊണ്ടല്ലേ. അവിടെ മൗലവി തയ്യാറാകി സാദുൽ മആദ് എന്റെ മുന്നിൽ വെച്ച് വായിക്കാൻ തയ്യാറാവുക, എന്റെ മുന്നിൽ പരിശോധിക്കാൻ തയ്യാറാവുക. ഞാൻ എന്തിന് ഭയപ്പെടണം? ഞാൻ വീരപ്പനൊന്നുമല്ല, ഞാൻ ഒന്നും ചെയ്യൂല നിങ്ങളെ. നിങ്ങൾ എന്റെ മുന്നിൽ വരിക, കിതാബ് വായിക്കുക, അർത്ഥം പറയാ, അതേ വേണ്ടുള്ളൂ. ഇനി അല്ലെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരും കൂടി സ്ഥലം നിശ്ചയിക്കാം. മൗലവി സൗകര്യമുള്ള ഒരു പൊതുസ്ഥലം എവിടെ പറഞ്ഞാലും, ഇനി അതിന് വിഷമം വേണ്ട, കോഴിക്കോട് കടപ്പുറത്തായിക്കോട്ടെ, അല്ലെങ്കിൽ നാദാപുരത്തായിക്കോട്ടെ, എവിടെയാലും തിരക്കില്ല. ഇനി മൗലവി കട്ടുപ്പാറയാണെങ്കിൽ ഏറ്റവും സന്തോഷമായി. എന്നിട്ട് നമ്മളൊന്ന് പരിശോധിക്കാം അതിനുണ്ടോന്ന് ചോദിച്ചാൽ ആൺകുട്ടികൾ എവിടെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത് കേട്ടോ. ഇനിയുണ്ട് മൂപ്പര് ഇനി ഇൻഷാ അല്ലാഹ് പറയും, അത് ഞാൻ ശരിക്കും മാഷാ അല്ലാഹ് ആക്കിത്തരാം. എന്താ മൂപ്പരെ ഇൻഷാ അല്ലാഹ് എന്നറിയോ? എന്താ പറയോ? നിങ്ങളുടെ ആ വഞ്ചന നടത്തിയതും മൂപ്പര് പറയാ, എന്നോട് പറയാണ്, നിങ്ങളുടെ ആ വഞ്ചന നടത്തിയതും ആണുങ്ങളുണ്ടോ എന്ന് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും നിങ്ങളുടെ തട്ടിപ്പ് വെളിച്ചത്താക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ ക്ലിപ്പുണ്ട് മൂപ്പര് വെക്കുന്നത്. അത് വെച്ചാൽ എന്തെന്നാ വെളിച്ചത്താകുക എന്നറിയോ? നിങ്ങൾ വെളിച്ചത്താകുക എന്റെ വെല്ലുവിളിയുടെ വാക്കുകൾ. എന്റെ വെല്ലുവിളിയുടെ വാക്കുകൾ എന്താണ്? എന്റെ മുന്നിൽ വരാൻ തയ്യാറുണ്ടോ, വായിക്കാൻ തയ്യാറുണ്ടോ, പരിശോധിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാ വെളിച്ചത്താകുക. അപ്പോ ആരെ വഞ്ചനയാ വെളിച്ചത്താകുക? ആരെ വഞ്ചനയാ വെളിച്ചത്താകുക? മൗലവിന്റെ വഞ്ചന.
അത് വെളിച്ചത്താക്കാൻ വേണ്ടി മൂപ്പര് ഇൻഷാ അല്ലാഹ് പറയുന്നു കേട്ടോളി. നിങ്ങൾ ആ വഞ്ചന നടത്തിയതും നിങ്ങൾ ആൺകുട്ടികളുണ്ടോ? ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ പറ്റൂല, ആണുങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ വെല്ലുവിളിച്ച രംഗവും ഇവിടെ കാണിക്കാൻ പോകുന്നു. നിങ്ങളുടെ ആ തട്ടിപ്പ് ഇവിടെ വെളിച്ചത്താക്കാൻ പോകുന്നു ഇൻഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. മൗലവിന്റെ തട്ടിപ്പ് മൗലവി ആ ക്ലിപ്പിംഗ് വെക്കുമ്പോ മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ശരിക്കങ്ങ് വ്യക്തമാവും. ഞാൻ ചോദിച്ചത് ആൺകുട്ടികളുണ്ടോ എന്നല്ല, ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ കിതാബ് പരിശോധിക്കാൻ എന്നാണെന്ന് ശരിക്കങ്ങ് വെളിച്ചത്താവും. അതുകൊണ്ട് വെക്കൂ മൗലവി, വെക്കൂ. കൊടുത്ത മറുപടിയും അന്ന് അയാൾ പറഞ്ഞതും അതിന് കൊടുത്ത മറുപടിയും നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. പറഞ്ഞിട്ടില്ല അതുപോലെ ഞങ്ങളെ ഇബ്നുൽ ഖയ്യിം പറഞ്ഞിട്ടില്ല എന്നൊന്ന് നിഷേധിക്കൂ. ആൺകുട്ടികളുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ? പെണ്ണിനെ കുറിച്ച് ഞാൻ ചോദ്യമില്ല. നിങ്ങൾക്ക് പെണ്ണ് പറ്റും, എനിക്കത് പറ്റില്ല. ആൺകുട്ടികളുണ്ടോ എന്റെ മുമ്പിൽ വന്ന് കിതാബ് പരിശോധിക്കാൻ? ആൺകുട്ടികളുണ്ടോ എന്നാ ചോദിക്കുന്നത്. എന്തിന്? ഇത് പരിശോധിക്കാൻ. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. തിരിച്ചൊന്ന് കണ്ടോ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ എന്നാ പിന്നത്തെ വാചകം. പരിശോധിക്കാൻ മൂപ്പര് പറയുന്നില്ല. ആൺകുട്ടികളുണ്ടേ, ആൺകുട്ടികളുണ്ടേ. പരിശോധിക്കാൻ മൂപ്പര് സമ്മതിക്കുന്നില്ല. ഇവര് പറയുക ആൺകുട്ടികളുണ്ടേ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ എന്നാ മൂപ്പര് തിരിച്ചൊന്ന് ചോദിക്കണ്ടോ? ചോദിക്കട്ടെ, തിരിച്ചൊന്ന് ചോദിക്കട്ടെ, പേരോടിനോട് ചോദിക്കട്ടെ. ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നിങ്ങൾ ഉദ്ധരിച്ച വാചകം ഇമാം നിസ്കാരത്തിന്റെ ശേഷം തിരിഞ്ഞിരുന്നിട്ട് നടത്തുന്ന പ്രാർത്ഥനയെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തെളിയിക്കാൻ ആൺകുട്ടികളുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ? ആയിരക്കണക്കിന് ആൺകുട്ടികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ. തെളിയിക്കാൻ ഞാൻ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങളെപ്പോലെ ആൺകുട്ടി ഉണ്ടെന്ന് മാത്രമല്ല പറയുന്നത്, തെളിയിക്കാൻ ആൺകുട്ടിയായി പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. തെളിയിക്കാൻ ഈ പാവപ്പെട്ട ഞാൻ തന്നെയുണ്ട്. ഇവിടെ വെച്ച് തന്നെ തെളിയിച്ചു തരുന്നുമുണ്ട്. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. ഇനി മൗലവിക്കേണ്ടത് രണ്ടാമത്തെ വെല്ലുവിളി, പുതിയ വെല്ലുവിളി. ആ ഹാദിസായ വെല്ലുവിളി ഒന്ന് വെക്ക്. സാദുൽ മആദ് ഇപ്പോഴും ചോദിക്കാണ്. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിനെ കുറിച്ചാ ഇപ്പോഴും ചോദ്യം. നിങ്ങൾ ഉയർത്തി കാണിച്ച സാദുൽ മആദിൽ നിങ്ങൾ വായിച്ച ഇബാറത്ത് നിസ്കാരത്തിന്റെ ശേഷം ഇമാം തിരിഞ്ഞിരുന്ന് മഅ്മൂമുകളുമായി കൂട്ടപ്രാർത്ഥന നടത്തുന്നതിനെ സംബന്ധിച്ചാണെന്ന് ആ കിതാബിൽ നിന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമാണോ? ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇപ്പോഴും ആവർത്തിച്ച് മറുപടി പറയുന്നു. സാധ്യമാണ്, സാധ്യമാണ്, സാധ്യമാണ്. ആവർത്തിച്ച് മറുപടി പറയുന്നു. മൗലവി എന്റെ മുമ്പിൽ വന്നിട്ട് കിതാബ് പരിശോധിക്കാൻ തയ്യാറുണ്ടോ? ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നു.